അപ്രേം കൊല്ലപ്പെടുമോ? കഞ്ഞിക്കുഴി പള്ളി പിടിച്ചുപറി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാൻ സക്കറിയാസ് മാർ അപ്രേം ഇക്കഴിഞ്ഞ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ദിനത്തിൽ നടത്തിയ പ്രസംഗം വിവാദമായതിനെ തുടർന്ന് അപ്രേം മെത്രാനെ ഭദ്രാസന ചുമതലകളിൽ നിന്നും സെമിനാരിയുടെ ചുമതലകളിൽ നിന്നും MOSC വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ നിന്നും ഒക്കെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റി നിർത്തിയതായി കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തിരുന്നു. സിനഡ് കൂടിയാണ് ആ തീരുമാനം എടുത്തത് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇന്ന് സഭയുടെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന അധോലോക സംഘമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. മത്തായി മൂന്നാമൻ പോലും അപ്രേമിനെ പുറത്താക്കിയതായി അറിഞ്ഞത് കഴിഞ്ഞ ദിവസം പത്രക്കാർക്ക് വാർത്താക്കുറിപ്പ് അധോലോകം വിതരണം ചെയ്തപ്പോഴാണ്. മെത്രാന്മാരുടെ വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പിരിയുന്നതിന് മുൻപ് തന്നെ ഫാൻസ് അസോസിയേഷൻ എന്ന അധോലോക സംഘം മാധ്യമങ്ങൾക്ക് പത്രക്കുറിപ്പിലൂടെ ഇദ്ദേഹത്തെ പുറത്താക്കിയതായി വിവരം നൽകിയിരുന്നു. അത് തലേ ദിവസം തന്നെ അധോലോകം തയ്യാറാക്കി വെച്ച പത്രക്കുറിപ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനും മണിക്കൂറുകൾക്ക് ശേഷമാണ് മത്തായി മൂന്നാമനെ കൊണ്ട് അത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിപ്പിച്ചത് ഈ അധോലോക സംഘം. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും താൻ പറഞ്ഞ നിലപാടിൽ മാറ്റമില്ല എന്നും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നിലപാടെടുത്ത അപ്രേം മെത്രാനെ തലേ ദിവസം രാത്രി ദേവലോകത്തെ ഗുണ്ടകൾ അദ്ദേഹത്തെ വിരട്ടിയതായാണ് വിവരം. പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ മത്തായി മൂന്നാമൻ്റെയും കഞ്ഞിക്കുഴി അധോലോക സംഘത്തിൻ്റെയും മുഖം രക്ഷിക്കണമെങ്കിൽ ഒരു കടുത്ത നടപടി ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്രകാരം ഒരു നടപടി ഞങ്ങൾ എടുക്കും, അതിനെ എതിർക്കുകയോ കോടതിയിൽ ചലഞ്ച് ചെയ്യുവാനോ ശ്രമിച്ചാൽ അത്താനിയോസിൻ്റെ അതേ അനുഭവം മറക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വിവരം വരുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിയമ നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞ മെത്രാൻ നിശബ്ദനായത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതായത് സഭയ്ക്കെതിരായിട്ട് ശബ്ദിക്കുമെന്ന് തോന്നിയിട്ടുള്ള ആളുകളെയൊക്കെ നിശബ്ദരാക്കിയിട്ടുള്ള കൊന്നുകളഞ്ഞിട്ടുള്ള ചരിത്രമാണ് ഈ പൈശാചിക സഭയ്ക്കുള്ളത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഒരാൾ ആയതുകൊണ്ടുമാകാം അപ്രേം മെത്രാനും തനിക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലം എന്താകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാകാം അപ്രേം മെത്രാനും ഭയപ്പെട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രസനാധിപനായിരുന്ന തോമസ് മാർ അത്താനിയോസിൻ്റെ ഒരു ദുരൂഹ മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2018 ഓഗസ്റ്റ് മാസം 24 ബറോഡയിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ എറണാകുളം പുല്ലേപ്പടിയിൽ റെയിൽവേ പാളത്തിലാണ് അദ്ദേഹം മരിച്ചു കിടന്ന നിലയിൽ കണ്ടെത്തിയത്. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ, ആ വിധി എങ്ങനെ കരസ്ഥമാക്കിയെന്ന പിന്നാമ്പുറ കഥകൾ താൻ ചെങ്ങന്നൂരിലെത്തി പത്രക്കാരെ വിളിച്ച് പത്രക്കാരെ അറിയിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുവെന്ന ആ യാത്രയാണ് അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അതിനെക്കുറിച്ച് ITV ന്യൂസ് നിരവധി വാർത്തകൾ പരമ്പരയായി നൽകിയിരുന്നു. ആ വാർത്തയെ തുടർന്ന് കോടതി FIR ഇട്ട് തോമസ് മാർ അത്താനിയോസിൻ്റെ വധക്കേസിൽ 1-ാം പ്രതിയായി മത്തായി മൂന്നാമനെയും യൂലിയോസ് മെത്രാൻ 2-ാം പ്രതിയായും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ സഭയുടെ സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് ആ കേസ് ഇതുവരെ അട്ടിമറിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതുവരെ സത്യം പുറത്തു വന്നിട്ടില്ല. അത്താനസിയോസിൻ്റെ പേരിൽ കോടികൾ ഈ ബറോഡയിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ സ്വകാര്യ ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുണ്ട്. ഇവയെല്ലാം ഇവർ കൈക്കലാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെയായിരുന്നു മാക്രിയാസ് മെത്രാൻ ലണ്ടനിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അദ്ദേഹവും ഒരു കാതോലിക്കയാകാൻ സാധ്യതയുണ്ടായിരുന്ന ആൾ ആയിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെയും അവസാനം കൊന്നുതള്ളി. അതുപോലെ ഒരു കാതോലിക്കയാകാൻ സാധ്യതയുണ്ടായിരുന്ന മെത്രാനായിരുന്നു ഇടുക്കി ഓഗൻ മെത്രാൻ. ഇദ്ദേഹവും കോട്ടയത്ത് വെച്ച് KK റോഡിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ച സ്കോർപിയോ വാഹനം ഒരു അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ അപകടത്തിൽപ്പെട്ട് അദ്ദേഹവും മരിക്കുന്നു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പലതരത്തിലുള്ള കൊലകളും നടന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഇതൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ ചിലപ്പോൾ അപ്രേമിനും വന്നേക്കാം. അതുകൊണ്ട് തന്നെ അപ്രേമും ഒരു
കാതോലിക്ക കാൻഡിഡേറ്റ് ആയിരുന്നു, നിയുക്തനല്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പൗലോസ് ദീദീദിൻ്റെ കാലഘട്ടത്തിലും ദിദിമോസ് ബാവയുടെ കാലഘട്ടത്തിലും കോട്ടയത്തെ അധോലോകം ഭരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാതോലിക്ക കസേരാമോഹികൾ ഇദ്ദേഹത്തെ ഒതുക്കുന്നതിൽ എന്തായാലും വിജയിച്ചു. എന്നാൽ ഇനിയും ഇദ്ദേഹം ഒരിക്കലും തിരിച്ചു വരാതിരിക്കുവാനും സഭയ്ക്ക് ശല്യമുണ്ടാക്കാതിരിക്കുവാനും വേണ്ട എല്ലാ നടപടികളും ഇവർ ഇനിയും എടുക്കും. സഭയെ സംബന്ധിച്ച് ഇന്ന് ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവർ, അതായത് ഇപ്പോൾ കൊലപാതകം ആയിക്കോട്ടെ, പിടിച്ചുപറി ആയിക്കോട്ടെ, കൊട്ടേഷൻ പരിപാടികളായിക്കോട്ടെ, ഹവാല ഇടപാടുകളായിക്കോട്ടെ, ഏതൊക്കെ പരിപാടികളുണ്ടോ അതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു അധോലോക സംഘമാണ് ഇവിടെ വാഴുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെത്രാനെ വിരട്ടി മറ്റ് നിയമ നടപടികളിലേക്ക് പോയാൽ, സഭയ്ക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ കൊന്നുകളയുമെന്നൊരു ഭീഷണി കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇദ്ദേഹത്തെ സഹായിക്കുന്ന വൈദികന്മാരെ നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദികന്മാരും ഈ അൽമായന്മാരും എല്ലാം തന്നെ ജീവഭയമുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ പിൻവലിഞ്ഞു നിൽക്കുകയാണ്. എന്നാലും വിശ്വാസികളിൽ ഒരു 80% വൈദിക സമൂഹവും അപ്രേം മെത്രാൻ്റെ ആ പ്രസംഗത്തെയും അദ്ദേഹത്തിൻ്റെ നിലപാടിനെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കളങ്കിതരും മ്ലേച്ഛരും പെണ്ണുപിടിയന്മാരുമായ മെത്രാന്മാർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ ഇത്തരത്തിൽ 34-നെ അമിത പ്രാധാന്യം നൽകുന്നതിനെയും പള്ളി പിടിച്ചു പറയുകയും കുറിച്ച് സത്യസന്ധമായി സത്യം തുറന്നു വിളിച്ചു പറഞ്ഞ അപ്രേം മെത്രാനെതിരെ നടപടിയെടുത്തതിലും ക്രൂശിച്ചതിലും വിശ്വാസികളുടെ ഇടയിലും വൈദികരുടെ ഇടയിലും കടുത്ത പ്രതിഷേധം ഉയരുകയാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കഞ്ഞിക്കുഴി അധോലോക സംഘത്തിന് മെത്രാനെ വിരട്ടി എത്രത്തോളം മിണ്ടാതിരിപ്പിക്കുവാൻ കഴിഞ്ഞാലും, പക്ഷേ വിശ്വാസികളെ അങ്ങനെ എത്രത്തോളം വിരട്ടി നിശബ്ദമാക്കാമെന്നത് കണ്ടറിയണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.